കുളിക്കല്ലേ ഉണ്ണി ഇന്ന്? കുളിക്കാൻ പോവാ പോവാ കുളിക്കാൻ പോവാ. ഇന്ന് ഞായറാഴ്ച കുളി. നടക്കൂ 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 നടക്കൂ. കുച്ചട 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 കുച്ചട. എവിടെ പോയാവോ? ഓടി ഒളിച്ചിട്ടുണ്ടേ. ഞാൻ പിടിച്ചു വന്നിട്ടെ പോയിട്ട്. കാണാൻ തന്നെ ഇല്ല. എവിടെയെങ്കിലും വീടിൻ്റെ ബാക്കിലൊക്കെ പോയി നിൽക്കണുണ്ടാവും. ഇരിക്കാനോ ഉണ്ണി? നേരത്തേക്ക് പോ. ആദ്യം മുഖം കഴുകാം. ഇതിൻ്റെ കുട്ടി ഓടും തല ആദ്യം കഴുകാം. മൂക്കിൽ വെള്ളം പോവില്ല. എല്ലാവരും വന്നിട്ടില്ല. ഇവിടെ നിൽക്കും. കഴിഞ്ഞിട്ടില്ലല്ലോ കുളി. കുളി കഴിഞ്ഞിട്ടില്ല വീട്ടിൽ. കുട്ടിയാണ് കുട്ടി. ഈ അമ്മ അങ്ങനൊന്നും കഴിച്ചില്ല. ശരീരത്തൊന്നും പോകില്ല കേട്ടോ. എങ്ങടാ ഓടുന്നു? കഴിഞ്ഞോ ഓട്ടം? ഉണ്ണിയുടെ ചെവിയിൽ വെള്ളം ഉണ്ടെങ്കിൽ വരൂ. അമ്മ ബഡ്സ് എടുത്തിട്ടുണ്ട്. തുടക്കട്ടെ. അവിടെ ഇരിക്കൂ. ബഡ്സല്ല, ടിഷ്യൂ. അമ്മ ഒന്ന് തുടച്ചേരേ. എവിടെ ഏത് ചെവിയിലെ വെള്ളം? ചെവിയിൽ വെള്ളമൊന്നും പോവില്ല. കാരണം ഞാനത് നോക്കിയിട്ട് തന്നെയാണ്. കണ്ടോ, ഒരു തുള്ളി വെള്ളമില്ല. പിന്നെന്തേ? ചെവിയിലൊന്നുമില്ല കേട്ടോ. ഇനിയേ ഒന്നുമില്ല. അതൊക്കെ അമ്മ തുടച്ചെടുത്തു. ഇനി മറ്റേ ചെവി നോക്കട്ടെ അമ്മ. മറ്റേ ചെവിയിലുണ്ടോ നോക്കട്ടെ. മറ്റേ ചെവിയിൽ
കഴിഞ്ഞിട്ട് സുന്ദര കുട്ടപ്പനായിട്ട് ഇരിച്ചാണേ മിക്കപ്പനെ. ഇപ്പോൾ ചെവിയൊക്കെ തുടച്ചു കേട്ടോ. ഇനി എവിടെയുള്ളത്? ഒന്നുമില്ല ചെവിയിൽ. കഴിഞ്ഞില്ലേ? ഇനി മേൽ തുടയ്ക്കണോ? ഒന്നുമില്ല കേട്ടാ. ഇനി എന്താ പിന്നാലെ നടക്കണ? വിശക്കുണ്ടോ? ഇനി എന്തിനാ? ബിസ്ക്കറ്റിനാ? ഇനി ബിസ്ക്കറ്റ് വേണോ? ഗുളിക കഴിഞ്ഞ് ബിസ്ക്കറ്റ് വേണമല്ലേ? എന്നാ വരും, അവിടെ നടക്കും. ബിസ്ക്കറ്റ് പാത്രത്തിലേക്ക് വരും. ബാ. നല്ല കഴിക്കും. മതി ഉണ്ണി, പോരെ? പോരുണ്ണി. മതി കേട്ടോ. എല്ലാവരും ചോദിക്കും മിക്കുവിനെ എങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയണ്, മിക്കു കടിക്കില്ല, അല്ലെങ്കിൽ മിക്കുവിനെ എങ്ങനെ ഇതൊക്കെ ചെയ്യണമെന്നൊക്കെ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കാറുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബക്കാരനെ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അവൻ എൻ്റെ അടുത്തൊന്നും ഞാൻ പറഞ്ഞതനുസരിച്ച് എൻ്റെ അടുത്ത് നല്ല രീതിയിൽ ഇരിക്കുന്ന ഒരാളാണ് അവൻ. അപ്പോൾ മിക്കുവിന് പുറത്തുള്ള ആളുകളുടെ അടുത്ത് അവൻ അങ്ങനെയല്ല. അതാണ് അറിയാത്ത ആൾക്കാരെയൊക്കെ കണ്ട. അതിപ്പോൾ ഏത് ഡോഗ്സും അങ്ങനെ തന്നെയാവുമല്ലോ. അപ്പോൾ അമേരിക്കൻ പുള്ളിയാണ്, ഭീകരനാണ് എല്ലാവരും പറയും. പക്ഷേ അവൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ തന്നെയാണ്. അവൻ അത്രയും നമ്മൾ പറഞ്ഞതൊക്കെ അനുസരിച്ച് നമ്മളെ കൂടെ നിൽക്കും അവൻ. അപ്പോൾ നമ്മൾ സ്നേഹിക്കുകയാണെങ്കിലും പിന്നെ വളർത്തുകയാണെങ്കിലും നമ്മൾ എത്ര സ്നേഹം കൊടുക്കുന്നോ അത് നമുക്ക് തിരിച്ച് കിട്ടും. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് 100% ശരിയാണ്. കാരണം അവനെ ഒന്ന് പുറത്തേക്ക് പോകാനോ ഞാനൊന്ന് ഒരുങ്ങുകയാണെങ്കിൽ അവൻ്റെ ഒരു സങ്കടം നമുക്ക് വേറെ തിരിച്ചറിയാം. അതേപോലെ തന്നെ എല്ലാ കാര്യവും. അപ്പോൾ എല്ലാവരും മിക്കൂസ് വ്ളോഗ് കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മിക്കുവിൻ്റെ വീഡിയോസായിട്ട് ഇനിയും വരുന്നതാണ്.